നമസ്കാരം. ഞാൻ ഡോക്ടർ ജയകുമാർ തൃക ആയുർവേദയിൽ നിന്നും സംസാരിക്കുന്നു. കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞു എങ്ങനെ ആയുർവേദം ദൈവീകമായ അറിവിൽ നിന്നും മാനുഷികമായ അറിവിലേക്ക് എത്തിച്ചേർന്നുവെന്നും. അന്ന് നമ്മൾ സൂചിപ്പിച്ചു മനുഷ്യൻ്റെ ആയുസ് പരിമിതമായതുകൊണ്ടും അവൻ്റെ ബുദ്ധിക്ക് പരിധികൾ ഉണ്ടായേക്കാം എന്നുള്ള സാധ്യതകൾ കൊണ്ടും പഴയ കാലത്തുള്ള മഹർഷിമാരും തപോധനന്മാരായ ശിഷ്യന്മാരും പിൽക്കാലങ്ങളിൽ വന്നു ചേർന്ന വൃദ്ധവൈദ്യന്മാരും പണ്ഡിതന്മാരും ആയുർവേദത്തിൻ്റെ വിജ്ഞാനത്തെ 8 ഭാഗങ്ങളായി തരംതിരിച്ചതായും നമ്മൾ സൂചിപ്പിച്ചു. ഈ 8 ഭാഗങ്ങളെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കവയെ പല വിധത്തിൽ ഉപയോഗിക്കുവാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം തൊറാസിക് മെഡിസിൻ എന്ന പേരിൽ ഉള്ള കാര്യങ്ങൾ നെഞ്ചിനെ സംബന്ധിച്ചും ശ്വാസകോശങ്ങളെ സംബന്ധിച്ചും ഹൃദയത്തെ സംബന്ധിച്ചും ഉള്ള അറിവുകൾ വളരെയധികം ചികിത്സകളും ഗവേഷണങ്ങളും നടക്കുന്ന മേഖലകളാണിത്. അപ്രകാരം തന്നെ നമുക്കറിയാം ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ മെഡിസിൻ എന്ന് പറയപ്പെടുന്ന മേഖലകൾ വയറിനെക്കുറിച്ചും വയറിലുള്ള നിരവധി അവയവങ്ങളെക്കുറിച്ചും അവയുമായി ബന്ധപ്പെട്ട അസുഖങ്ങളെക്കുറിച്ചും അവിടെയും വളരെ പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും ഔഷധങ്ങളും ചികിത്സകളും എല്ലാം നടന്നു വരുന്നുണ്ട്. അപ്രകാരം തന്നെ വൃക്കകൾ, കിഡ്നികൾ, മൂത്രാശയങ്ങൾ, മൂത്രരോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇവയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ, അറിവുകൾ, ഔഷധങ്ങൾ, ചികിത്സകൾ, ഇതിനോട് ചേർന്ന് തന്നെ ഗുഹ്യം റീപ്രൊഡക്റ്റീവ് അല്ല, യൂറോജെനറ്ററി സിസ്റ്റം, അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അവയവങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഗുഹ്യരോഗങ്ങൾ, വെനറൽ ഡിസീസസ്, അവിടെയും ഔഷധങ്ങളും ഗവേഷണങ്ങളും ചികിത്സകളും നടക്കുന്നുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഡെർമറ്റോളജി എന്ന് പറഞ്ഞ അറിയപ്പെടുന്ന വലിയൊരു വിഭാഗം ത്വക്ക് രോഗങ്ങൾ, സൗന്ദര്യപരമായ കാര്യങ്ങൾ, ത്വക്കിനെ ബാധിക്കുന്ന, ചർമ്മത്തെ ബാധിക്കുന്ന മഹാരോഗങ്ങൾ, അവയ്ക്കുള്ള പ്രതിക്രിയകൾ, ചികിത്സകൾ, ഔഷധങ്ങൾ, ഇതിനെല്ലാം ഉപരിയായിട്ട് ഹെപ്പറ്റോളജി എന്നും അനീമിയ എന്നും ബ്ലഡ് സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം എന്നും പറയുന്ന കാര്യം, ഇവയെല്ലാം കൂടി ചേർത്ത് പൂർവികർ കായതന്ത്രം, ശരീരശാസ്ത്രത്തെ സംബന്ധിച്ച ജനറൽ മെഡിസിൻ എന്ന ഒരു വിഭാഗം കായതന്ത്രം എന്ന് രൂപം നൽകി. ആയുർവേദത്തിൻ്റെ 8 ബ്രാഞ്ചുകളിൽ 8 സ്പെഷ്യലൈസ്ഡ് മേഖലകളിൽ 3000-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് അതുവരെ ലഭ്യമായ അറിവുകളെ ചേർത്ത് ഇപ്രകാരം കായതന്ത്രം എന്ന പേരിൽ, അല്ലെങ്കിൽ ജനറൽ മെഡിസിൻ എന്ന് നമുക്ക് പറയാവുന്ന രീതിയിലുള്ള ഒരു ബ്രാഞ്ചിനെ രൂപീകരിച്ചു. എന്നിട്ടോ അതിനുശേഷം സ്ത്രീകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ, അവരുടെ രോഗങ്ങൾ, അവർക്ക് വരാവുന്ന അസുഖങ്ങൾ, ഒബ്സ്റ്ററ്റിക്സ്, ഗൈനക്കോളജി തുടങ്ങിയ കാര്യങ്ങൾ, പീഡിയാട്രിക്സ്, കുട്ടികളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ഇവയെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ബാലതന്ത്രം, വിമൻ ചൈൽഡ് ഹെൽത്ത് എന്ന പേരിലുള്ള അറിവുകളെയെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് അവയെല്ലാം സമഗ്രമായി പ്രതിപാദിച്ചുകൊണ്ട് ഒരു ശാഖയും അവർ രൂപപ്പെടുത്തി. ഇപ്രകാരം 8 ഭാഗങ്ങളിൽ കായതന്ത്രവും ഈ ബാലതന്ത്രവും കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കാലങ്ങളിൽ ആ പഴയ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന അനേകം പ്രാക്ടീസുകൾ ചേർന്ന് പലതും നമ്മൾ ഇക്കാലത്ത് ഒക്ലൂട്ടിസം അല്ലെങ്കിൽ നിഗൂഢ ശാസ്ത്രങ്ങൾ എന്ന പേരിൽ നമ്മൾ വ്യവഹരിക്കുന്ന പലവിധ കാര്യങ്ങൾ, ഈ നിഗൂഢ ശാസ്ത്രങ്ങളിലുള്ള അറിവുകൾ, സൈക്കാട്രിക് മെഡിസിൻ എന്ന് പറയുന്നത്, ബിഹേവിയറൽ സയൻസ് എന്ന് പറയുന്നത്, ഇവയെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഇവയുമായി ബന്ധപ്പെട്ട അറിവുകൾ, ഇവയിലെല്ലാം പഴയ കാലങ്ങളിലുള്ള മന്ത്രങ്ങൾ, തന്ത്രങ്ങൾ, യന്ത്രങ്ങൾ, പ്രമാണങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഗ്രഹതന്ത്രം, മനുഷ്യൻ്റെ ബുദ്ധിക്ക് അതീതമായുള്ള പ്രതിഭാസങ്ങളെ ചികിത്സിക്കുന്നതിന്, അവയ്ക്ക് വേണ്ടി അവയെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ഔഷധങ്ങൾക്ക് വേണ്ടി, ചികിത്സാ സമ്പ്രദായങ്ങൾക്ക് വേണ്ടി, മന്ത്രം, തന്ത്രം തുടങ്ങിയ കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിന് വേണ്ടി, പേഴ്സണാലിറ്റിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, സ്വഭാവത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ, പെരുമാറ്റങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇവയെല്ലാം ചേർത്ത് ഗ്രഹതന്ത്രം എന്ന പേരിലും ഒരു ബ്രാഞ്ചിന് രൂപം നൽകി. അക്കാലത്ത് തന്നെ 3000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് ചികിത്സകളെ 2ആയിട്ട് തരംതിരിച്ചിരുന്നു. ഔഷധങ്ങൾ കൊണ്ട് ചികിത്സിക്കേണ്ട മെഡിസിൻ വിഭാഗവും ശസ്ത്രക്രിയ കൊണ്ട് ചികിത്സിക്കേണ്ടുന്ന ശസ്ത്രക്രിയാ സമ്പ്രദായവും.
ഇപ്രകാരം ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒടിവ്, ചതവ്, ഓർത്തോപീഡിക്സ് എന്ന് പറയുന്ന വിഭാഗങ്ങൾ, മർമ്മങ്ങൾ, പർട്ടിക്കുലർ ശരീരത്തിൻ്റെ ചില പ്രധാന ഭാഗങ്ങളിൽ, ചില പ്രധാന ഹൃദയം, ശിരസ്, ബ്രെയിൻ അല്ലെങ്കിൽ റീനൽ റീജിയൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ സംഭവിക്കാവുന്ന ക്ഷതങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ വരാവുന്ന കുഴപ്പങ്ങൾ, അവയുടെ ചികിത്സകൾ, അവയ്ക്ക് വേണ്ടുന്ന ഔഷധങ്ങൾ, അവയുടെ പ്രതികാരമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ, ഇപ്രകാരം ശസ്ത്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതേമാതിരി പർട്ടിക്കുലർ റീജിയനുകൾ, എനോറേറ്റർ റീജിയനിൽ ചെയ്യേണ്ട ശസ്ത്രകർമ്മങ്ങൾ, സർജറി പ്രൊസീജിയേഴ്സ്, ഇപ്രകാരം സർജറിയുമായി ബന്ധപ്പെട്ട് ഓർത്തോപീഡിക്സുമായി ബന്ധപ്പെട്ട് ഉള്ള അറിവുകളെ അവർ ശല്യവിഭാഗം, ശല്യതന്ത്രം, ശല്യചികിത്സ എന്ന പേരിൽ ഒരു വിഭാഗവും രൂപീകരിച്ചു. ഇങ്ങനെ 8 വിഭാഗങ്ങളായി രൂപപ്പെട്ട ആയുർവേദത്തിൽ ജനറൽ മെഡിസിൻ എന്ന നിലയിൽ കായതന്ത്രവും, പീഡിയാട്രിക്സും വിമൻ ഹെൽത്തും എന്ന നിലയിൽ ബാലതന്ത്രവും, ഒക്ലൂട്ടിസം, സൈക്കാട്രി തുടങ്ങിയ കാര്യങ്ങൾ ബിഹേവിയറൽ സയൻസ് എന്ന നിലയിലുള്ള ഗ്രഹതന്ത്രവും, സർജിക്കൽ ഓർത്തോപീഡിക്കായ കാര്യങ്ങളെ വിശദീകരിക്കുന്ന ശല്യതന്ത്രവും രൂപീകൃതമായി. അതിനെ തുടർന്ന് കണ്ണിനെ സംബന്ധിച്ച കാര്യങ്ങൾ, ചെവിയെ സംബന്ധിച്ച കാര്യങ്ങൾ, മൂക്കിനെ സംബന്ധിച്ച കാര്യങ്ങൾ, ത്രോട്ടിനെ സംബന്ധിച്ച, നെക്കിനെ സംബന്ധിച്ച കാര്യങ്ങൾ, ഇവയെല്ലാം ചേർന്നുകൊണ്ട് കൂടാതെ ഹെഡിനെ സംബന്ധിച്ചും ബ്രെയിനെ സംബന്ധിച്ചുമുള്ള കാര്യങ്ങൾ, ഇവയ്ക്ക് വരാവുന്ന അസുഖങ്ങൾ, ആ അസുഖങ്ങൾക്ക് പ്രതിക്രിയയായി കാണാവുന്ന ഔഷധങ്ങൾ, അവയ്ക്ക് നൽകാവുന്ന ചികിത്സകൾ, അവയിൽ ഉപയോഗിക്കേണ്ട പഥ്യങ്ങൾ, റെജിമെൻറ്റ്സ്, ഇവയെല്ലാം വിശദീകരിച്ചുകൊണ്ട്, ഇവയെല്ലാം സമഗ്രമായി പ്രതിപാദിച്ചുകൊണ്ട് ശാലാക്യതന്ത്രം എന്ന പേരിൽ ഒരു തന്ത്രം, ഒരു ബ്രാഞ്ചിനും രൂപം നൽകപ്പെട്ടു. അതിനെ തുടർന്ന് നാനാതരത്തിലുള്ള വിഷം, ആഹാരത്തിൽ കൂടിയുള്ള വിഷം, പ്രകൃതിയിൽ കൂടിയുള്ള ജലം, വായു, ഭൂമി ഇവയുടെ മലിനീകരണത്തിൽ കൂടിയുള്ള വിഷം, കീടങ്ങളിൽ കൂടിയുള്ള വിഷം, പാമ്പ്, തേള്, പഴുതാര, സ്പൈഡർ തുടങ്ങിയ വിഷങ്ങൾ, കീടങ്ങൾ, സസ്യങ്ങളിൽ നിന്ന് വരുന്ന വിഷം, കൃത്രിമമായി സിന്തറ്റിക്കായി നിർമ്മിക്കപ്പെടുന്ന വിഷം, ഈ വിഷങ്ങളെ സംബന്ധിച്ച്, ഈ വിഷങ്ങൾ ബാധിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നതിനെ സംബന്ധിച്ച്, അവയുമായി ബന്ധപ്പെട്ട ഔഷധങ്ങളെ സംബന്ധിച്ച്, ചികിത്സകളെ സംബന്ധിച്ച്, അതിലെല്ലാം ഉപരിയായി ഈ വിഷങ്ങളെ ശുദ്ധി ചെയ്ത് എപ്രകാരം ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചും അവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയെല്ലാം പ്രതിപാദിച്ചുകൊണ്ട് വിഷതന്ത്രം, ടോക്സിക്കോളജി എന്ന പേരിൽ ഒരു ബ്രാഞ്ചും രൂപീകൃതമായി. അതിനുശേഷം ഇമ്മ്യൂണോ മോഡുലേറ്ററി എന്ന് നമുക്ക് പറയാവുന്ന രീതിയിൽ ഇമ്മ്യൂൺ സിസ്റ്റത്തെ, രോഗപ്രതിരോധ സംവിധാനത്തെ സഹായിക്കുന്നതും മനുഷ്യൻ്റെ ആയുസ്സിനെയും ആരോഗ്യത്തെയും നിലനിർത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കാവുന്നതുമായ ഒരു റിജുവനേറ്റീവ് മെഡിസിൻ എന്ന പേരിൽ നിന്ന് നമ്മൾ അറിയപ്പെടുന്ന രസായന തന്ത്രത്തെയും രൂപീകൃതമായി. ഈ രസായന തന്ത്രങ്ങളിൽ കൂടി മനുഷ്യൻ്റെ ഏജിങ് പ്രോസസ്സ്, ഓരോ ഏജിലും വരാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, അവയ്ക്കുള്ള പരിഹാരങ്ങളെക്കുറിച്ച്, അവയിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രതിരോധ ശക്തി എങ്ങനെ വർദ്ധിപ്പിക്കാം, നമ്മുടെ ഏജിങ് പ്രോസസ്സിൻ്റെ അകത്ത് എപ്രകാരം നമുക്ക് ആഹാരത്തെയും ഔഷധത്തെയും ഉപയോഗിക്കാം, ഇവയെല്ലാം പ്രതിപാദിക്കപ്പെടുന്ന ഈ രസായന തന്ത്രം ഒടുവിലായിട്ട് രസായനത്തോട് ചേർന്ന് റിജുവനേറ്റീവും റീപ്രൊഡക്റ്റീവും വൈറ്റാലിറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വാചീകരണ തന്ത്രം. ഇതിൻ്റെ സാധ്യതകൾ റീപ്രൊഡക്റ്റീവ് മെഡിസിനിലും മനുഷ്യൻ്റെ ദൈനംദിന ജീവിതത്തിലും ഉപയോഗിക്കാവുന്ന നിരവധി കാര്യങ്ങൾ, ഇവയുടെ ഔഷധങ്ങൾ, ഇവയുടെ ചികിത്സാരീതികൾ, ഇവയിൽ നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ, നമുക്ക് പാലിക്കാവുന്ന കാര്യങ്ങൾ, ഏത് ദേശമോ ഏത് സമൂഹമോ എവിടെയോ ആയിക്കൊള്ളട്ടെ, ഇപ്രകാരം ഇമ്മ്യൂണോ മീഡിയേറ്ററി മെഡിസിനായിട്ട് റിജുവനേറ്റീവും വൈറ്റാലിറ്റിയും ബാധിക്കുന്ന 2 തന്ത്രങ്ങൾ, 2 ബ്രാഞ്ചുകൾ കൂടി രൂപീകൃതമായി. ഇപ്രകാരം ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ് ആൻഡ് വിമൻ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു വിഭാഗം, ഒക്ലൂട്ടിസവും സൈക്കാട്രിയും ബിഹേവിയറൽ സയൻസുമായി ബന്ധപ്പെട്ട് ഒരു വിഭാഗം, സർജിക്കൽ ആൻഡ് ഓർത്തോപീഡിക് വിഭാഗങ്ങൾ, ഈ ഒപ്താൽമോളജി, ENT, ഹെഡ് ആൻഡ് നെക്ക് തുടങ്ങിയ മേഖലകൾ, അവയെ തുടർന്ന് ടോക്സിക്കോളജി, വിപുലമായ രീതിയിലുള്ള ആഹാരം, സസ്യങ്ങൾ, മെറ്റോമിനറൽസ് തുടങ്ങിയവയിൽ നിന്ന്, പാമ്പ് തുടങ്ങിയ ജീവികളിൽ നിന്ന് ഉള്ള വിഷതന്ത്രങ്ങൾ, റിജുവനേറ്റീവ് മെഡിസിൻ, വൈറ്റാലിറ്റി അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ, ഇങ്ങനെ 8 തന്ത്രങ്ങളിലായിട്ട് ഈ ആയുർവേദത്തെ അവർ
സംഗ്രഹിച്ചു, കംപ്രഹെൻഡ് ചെയ്തു, കമ്പോസിറ്റ് ചെയ്തു, പ്രസൻറ്റ് ചെയ്തു. എന്തുകൊണ്ട്? മനുഷ്യൻ്റെ ആയുസ്സിന് പരിമിതികളുള്ളത് കൊണ്ടും അവൻ്റെ ബുദ്ധിശക്തിക്ക് വ്യത്യാസങ്ങൾ വരാം എന്നതുകൊണ്ടും വിപുലമായ ആയുർവേദത്തെ പഠിച്ചു തീർക്കുന്നതിനോ പ്രയോഗിച്ചു തീർക്കുന്നതിനോ സാധ്യമല്ല എന്നുള്ള സാധ്യത ഉള്ളതിനാൽ അവയിലുള്ള വിജ്ഞാനത്തെ ക്രോഡീകരിച്ചു, കംപ്രഹെൻഡ് ചെയ്തു, സമഗ്രമായി പ്രതിപാദിച്ചു. ഈ ആയുർവേദ വിജ്ഞാനം, ഈ 8 തന്ത്രങ്ങളിൽ കൂടി, 8 ബ്രാഞ്ചുകളിൽ കൂടിയുള്ള ഈ വിജ്ഞാനം ആയുസ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു, ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഈ ആയുസ്സാകട്ടെ ജീവൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഈ ആയുസ്സിനെ സംബന്ധിച്ച്, ഈ ജീവിതത്തെ സംബന്ധിച്ച് കൂടുതൽ നമുക്കറിയണമെങ്കിൽ ജീവൻ എന്ന് പറയുന്ന പ്രതിഭാസത്തെക്കുറിച്ചും നമ്മൾ അറിയുവാൻ ആഗ്രഹിച്ചിരിക്കണം. ഇതിനെക്കുറിച്ച് അടുത്ത തവണ വീണ്ടും ഞാൻ താങ്കളോട് സംസാരിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.